പിടിച്ചിരുന്നോ? എങ്ങനെ വിട്ടോ വിട്ടോ, ഞാൻ പിടിച്ചിരിക്കുവാ. അല്ല, ശിവനിപ്പോ എവിടെയാ താമസിക്കുന്നത്? ആ പഴയ ലോഡ്ജിൽ തന്നെ. ഞാൻ പോയി നോക്കണോ? ഞാൻ എന്തായാലും ശാലിനി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ അവിടെ കയറിയൊന്ന് തിരക്കാൻ പറയാം. ശാലിനി കുഞ്ഞെത്തി. ഇതെന്താ എല്ലാവരും കൂടി പുറത്തു വന്ന് നിൽക്കുന്നത്? ഞാൻ മോളെ ഒന്ന് വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ എന്താ സത്യമേ, എന്താ കാര്യം? രാഘവേട്ടനെ കാണാനില്ല. അകത്തും പുറത്തൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് നിൽക്കുക. അച്ഛൻ ഈ സമയത്ത് ഇത് എവിടെ പോവാനാ? ഇതിപ്പോ ആരെടുത്ത ഒന്ന് ചോദിക്കുക. പോയിരിക്കുന്നത് ശിവന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. മറ്റെവിടേക്കും പോവാൻ വഴിയില്ല. വിഷ്ണു കുഞ്ഞിനെയാണ് രാഘവൻ സാറ് ശിവനിൽ കാണുന്നത്. അതിപ്പോ നമ്മൾ എത്ര മാറ്റാൻ നോക്കിയാലും രാഘവൻ സാറിന്റെ രോഗാവസ്ഥയുമായി ചേർന്ന് പോയിരിക്കുന്ന കാര്യമാണ്. അതിനെ അസുഖം വിട്ടുമാറാതെ മാറുകയുമില്ല. ശാലിനി കുഞ്ഞിനറിയാവോ, ശിവൻ പോയതിനു ശേഷം എന്തെല്ലാം കുഴപ്പങ്ങളാ രാഘവൻ സാർ ഉണ്ടാക്കി വെച്ചേക്കെന്ന് അറിയോ? ആ അകത്ത മുറിയിലേക്ക് ചെന്ന് നോക്കിയേ, എല്ലാം പൊട്ടിച്ചിട്ടിരിക്കുക. ശിവൻ താമസിക്കുന്ന ലോഡ്ജിൽ ചെന്നിട്ടുണ്ടാവുന്ന പിള്ള പറയുന്നത്. രാഘവൻ സാറിന്റെ മനസ്സ് നിറയെ വിഷ്ണു കുഞ്ഞ. ഊണിലും ഉറക്കത്തിലും പറയുന്ന പേരും വിഷ്ണു കുഞ്ഞന്റെ തന്നെ. രാഘവൻ സാറിന്റെ അസുഖം ഭേദമാകുന്നവരെങ്കിലും ശിവനെ ഇവിടെ ജോലിക്ക് നിർത്തണമെന്ന എനിക്ക് പറയാനുള്ളൂ. ഇന്നലെ ഉണ്ടായ കാര്യം എന്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. രാഘവൻ സാറിനെ നോക്കിക്കോണോന്ന് പറഞ്ഞിട്ടാ ശിവൻ ഫോൺ വിളിച്ച പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. ഞാൻ രാഘവൻ സാറിനെ ഇരുത്തിയിട്ട് ബില്ലടയ്ക്കാൻ പോയതാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണവും. ശിവൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്നാ ഞാൻ ഇറങ്ങുന്നു. നിക്ക്, ശിവനിപ്പോ പോയാൽ എങ്ങനെയാ? നീ പോയെന്നെങ്ങാനും പറഞ്ഞ നിന്നെ തിരക്കി വീണ്ടും അങ്ങോട്ട് വരും. വിഷ്ണുവേ, നീ എവിടെ പോവാ? നീ ഒരിടത്തും പോകുന്നില്ല. എനിക്ക് മരുന്നെടുത്ത് തരാൻ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടോ? എനിക്ക് ഇതിനോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കണം. അല്ലച്ചാ, പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. വാന ഈ രാത്രിയാ? ഈ രാത്രിയുടെ അത്യാവശ്യം വേണ്ട, നീ നാളെ മതിയല്ല. നിന്റെ ജോലിയെ നിനക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുതലാളിയും തൊഴിലാളിയും എല്ലാം നീ തന്നെയല്ലയോ? നീ ഇങ്ങോട്ടോ ആമേ, ചോറെടുത്ത് വെക്ക്. ഇങ്ങോട്ട് വാ, വരാനാ പറഞ്ഞു. വാ, എന്നെ പിടിക്കുമ്പോട്ട് നോക്കിക്കുവാ. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് നിറച്ച് വിളമ്പി കൊടുക്ക്. ഇനി എനിക്ക് വിളമ്പ. ആമേ, നീ എവിടെ ഇരിക്കും? നിനക്ക് പൊന്നു വിളമ്പി തരും. അത് ഇരിക്കും ഭാമേ. ഭാമേ ഇരിക്കായി. അത് വിളമ്പ്.
കൊച്ചുമക്കളോട് വേണമായിരുന്നു. അവര് നേരത്തെ കഴിച്ചിട്ട് ഉറങ്ങി. ആ ആ നാളെ ആവട്ടെ, അവരെ കൂടെ വിളിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്തായാലും കൊള്ളാം, ഇങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. എന്നാലേ വീട്ടിൽ ഐക്യവും സമാധാനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ആ കറിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വിളമ്പി കൊടുക്ക്. അതിങ്ങോട്ട് ഒഴിക്കും. എടാ മക്കളെ കഴിക്കടാ, അതിങ്ങോട്ട് വിളമ്പ്. എന്ത് നോക്കിയിരിക്കുന്നേ? കഴിക്കാൻ കൊണ്ട് മോളെ കഴിക്കടി. കഴിക്കങ്ങോട്ട്. കൂടെ വിളമ്പ്. അത് കിടത്ത് അങ്ങോട്ട് വിളമ്പിക്കൊടു.